ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഒരു ചെറിയ പോയാണ് പഠിച്ചത്. ഇനി സംബഡീസ് മദർ, മറ്റുള്ളവരുടെ അമ്മമാരെക്കുറിച്ച്, മറ്റുള്ളവരുടെ അമ്മമാരോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. റീഡ് ആൻഡ് എൻജോയ്. പോയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, വി ലവ് അവർ പാരൻസ് വെരി മച്ച്, ഡോണ്ട് വി? നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് നോട്ട് അവർ ഡ്യൂട്ടി ടു ലവ് ഓൾ മദേഴ്സ്? ഹിയർ ഈസ് എ പോയം വിച്ച് ടെൽ us about a boy's kindness and care for an old woman. ഒരു പ്രായം ചെന്ന അമ്മയോട്, ഉമ്മയോട് ഒരു കുട്ടിയുടെ സ്നേഹം, ദയ പറയുന്ന, ആ കുട്ടി കാണിച്ച ദയയെക്കുറിച്ച് പറയുന്ന ഒരു പോയമാണ് താഴെ നമുക്ക് പഠിക്കാനുള്ളത്. സംബഡീസ് മദർ. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ദ വുമൺ വാസ് ഓൾഡ് ആൻഡ് റാഗഡ് ആൻഡ് ഗ്രേ. ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ, വസ്ത്രങ്ങളൊക്കെ റാഗഡ് എന്ന് പറഞ്ഞാൽ പഴകിയ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് ഗ്രേ, തലമുടിയും ഒക്കെ നരച്ചിട്ടുണ്ട്. നരച്ച, പ്രായം ചെന്ന വസ്ത്രങ്ങളൊക്കെ പഴകിയ ഒരു സ്ത്രീ. ആൻഡ് ബെൻ വിത്ത് ദ ചിൽ ഓഫ് ദ വിൻ്റേഴ്സ് ഡേ. വിൻ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. ഒരു തണുപ്പ് കാലത്തെ ദിവസത്തിൽ ഇങ്ങനെ സഹിക്കാൻ കഴിയാതെ കുനിഞ്ഞ് നടക്കുകയാണ് ആ സ്ത്രീ. ദ സ്ട്രീറ്റ് വാസ് വെറ്റ് വിത്ത് ദ റീസൺ സ്നോ ആൻഡ് ദ വുമൺസ് ഫീറ്റ് വേർ ഏജ്ഡ് ആൻഡ് സ്ലോ. ദ സ്ട്രീറ്റ് വാസ് വെറ്റ്. അവിടുത്തെ സ്ട്രീറ്റ് നനഞ്ഞിട്ടുണ്ട്. വിത്ത് ദ റീസൺ സ്നോ, ഇപ്പോൾ പെയ്തിട്ടുള്ള മഞ്ഞ് കാരണത്താൽ, വീണ മഞ്ഞ് കാരണത്താൽ വഴിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ വുമൺസ് ഫീറ്റ് വെർ ഏജ്ഡ് ആൻഡ് സ്ലോ. ആ പ്രായം ചെന്ന ഉമ്മയുടെ കാലുകളിങ്ങനെ പതുക്കെ പതുക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അത്രയും പ്രായമുണ്ട്. അതായത് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ആ ഓൾഡ് വുമൺ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മഞ്ഞൊക്കെ വീണ് നനഞ്ഞതുകൊണ്ട് കാല് വഴുതാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം വളരെ പതുക്കെയാണ് കാല് മുന്നോട്ട് വെക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. ഷീ സ്റ്റുഡ് അറ്റ് ദ ക്രോസിംഗ് ആൻഡ് വെയിറ്റഡ് ലോങ് അലോൺ ആൻഡ് കെയർഡ് ഫോർ അമിഡ് ദ ത്രോൺ. ആ സ്ത്രീ നിൽക്കുന്നത് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ക്രോസിംഗ് ആൻഡ് വെയിറ്റഡ് ലോങ് അലോൺ, കുറേ നേരം കാത്തുന്നു. ആൻഡ് കെയർഡ് ഫോർ, ആരും തന്നെ കെയർ ചെയ്യാനില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സംരക്ഷിക്കപ്പെടാതെ ആ സ്ത്രീ നിൽക്കുകയാണ്. അമിഡ് ദ ട്രോൺ. അമിഡ് എന്ന് പറഞ്ഞാൽ മധ്യം. ദ ത്രോൺ, ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ആ സ്ത്രീക്ക് മുറിച്ച് കടക്കാൻ കഴിയുന്നില്ല. സഹായത്തിന് ആരെങ്കിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ച് പ്രതീക്ഷയോടെ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹൂ പാസ്ഡ് ഹെർ ബൈ. ധാരാളം ആളുകൾ അവരെ പാസ് ചെയ്തു പോയി, അവരെ മറികടന്ന് ക്രോസ് ചെയ്തു പോയി. നോർ ഹീഡഡ് ദ ഗ്ലാൻസ് ഓഫ് ഹെർ ആങ്ഷ്യസ് ഐ. നോർ ഹീഡഡ്, ഒരാളും ശ്രദ്ധിച്ചില്ല. ദ ഗ്ലാൻസ് ഓഫ് ഹെർ ആങ്ഷ്യസ് ഐ, അവരുടെ ആ ഉത്കണ്ഠപൂർവമായ, ആങ്ഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ ഉത്കണ്ഠപൂർവമായ ആ ചിന്ത കലർന്ന നോട്ടം. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം. ആ നോട്ടം ആരും കണ്ടില്ല. കാരണം മുറിച്ച് കിടക്കാൻ ഒരാളെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ എന്ന് ആ നോട്ടത്തിലൊക്കെ പ്രകടമായിട്ടുണ്ട്. പക്ഷെ ആ നോട്ടൊന്നും ആരും ശ്രദ്ധയിൽപ്പെട്ടില്ല. കുറേ ആളുകൾ കടന്നുപോയി. ആരും അപ്പുറത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ തയ്യാറായില്ല. എല്ലാവരും അവരുടെ കാര്യം നോക്കി പോവുകയാണ്. ഈ ഓൾഡ് വുമൺ അവിടെ സ്ട്രീറ്റിൽ തനിച്ചിരിക്കുകയാണ്. ഒരാളും കൊണ്ടുപോകാനില്ലാതെ
ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഡൗൺ ദ സ്ട്രീറ്റ് വിത്ത് ലോഫ്റ്റർ ആൻഡ് ഷൗട്ട്. സ്ട്രീറ്റിനടിയിൽ നിന്ന് വിത്ത് ദ ലോഫ്റ്റർ ആൻഡ് ഷൗട്ട്, വലിയ വലിയ ചിരിയോടുകൂടെയും അതുപോലെ ശബ്ദത്തോടുകൂടെയും. ക്ലൈഡ് ഇൻ ദ ഫ്രീഡം ഓഫ് സ്കൂൾ ലെറ്റ് ഔട്ട്. സ്കൂള് പുറത്തുവിട്ട ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തോടുകൂടി നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കുട്ടികൾ വരുന്ന ശബ്ദമാണത്. അവരുടെ ചിരിയും അവരുടെ ഒച്ചപ്പാടുമാണ് കേൾക്കുന്നത്. കെയിം ദ ബോയ്സ് ലൈക്ക് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അവിടെ വരുന്നത് ആൺകുട്ടികളാണ്. അവർ ആട്ടിൻപറ്റത്തെ പോലെ കടന്നു വരികയാണ്. ഹെയിൽ ഇൻ ദ സ്നോ പീൽഡ് വൈറ്റ് ആൻഡ് ഡീപ്പ്. അവർ കയറി വരുന്നു ഈ കൂട്ടിവെച്ചിട്ടുള്ള മഞ്ഞിലൂടെ. അവരിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് നല്ല വൈറ്റ് ആൻഡ് ഡീപ്പ്, നല്ല കഠിനമായ വെളുത്ത ആ കൂന കൂട്ടിയിട്ടുള്ള മഞ്ഞിലേക്കാണ് അവരിങ്ങനെ കയറി വരുന്നത്. പാസ് ദ വുമൺ സോ ഓൾഡ് ആൻഡ് ഗ്രേ ഹാസ്റ്റൻഡ് ദ ചിൽഡ്രൻ ഓർ ഓൺ ദയർ വേ. എന്നാൽ അവരും ആ കുട്ടികളൊക്കെ ഈ വുമൺ, ഓൾഡ് സ്ത്രീയെ മറികടന്നുപോയി. പ്രായം ചെന്ന നരച്ച സ്ത്രീയെ മറികടന്ന് അവരും പോയി. ഹാസ്റ്റൻഡ് ദ ചിൽഡ്രൻ ഓൺ ദയർ വേ. ഹാസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ തിരക്ക് കൂട്ടിയിട്ട് അവർ ധൃതിയോടെ അവരവരുടെ വഴിക്ക് പോയി. നോർ ഓഫേർഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹെർ. ഒരാളും അവർക്ക്, ആ സ്ത്രീക്ക് സഹായ ഹസ്തം നീട്ടിയിട്ടില്ല, സഹായകരങ്ങൾ അവൾക്ക് വേണ്ടി നീട്ടിയിട്ടില്ല. എല്ലാവരും അവരുടെ പാട്ടിന് പോയി. സോ മീക്ക്, സോ ടൈം അഫ്രൈഡ് ടു സ്റ്റെയർ. എന്നാൽ വളരെ സൗമ്യതയുള്ള, മീക്ക് എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ടൈംഡ് എന്ന് പറഞ്ഞാൽ ഭയന്ന, ശങ്കയുള്ള അവളുടെ, അഫ്രൈഡ് ടു സ്റ്റെയർ ആ പേടിയോടെയുള്ള അവളുടെ ചലനമുണ്ട്. ഇങ്ങനെ പേടിച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു റോട്ടരികിൽ നിൽക്കുകയാണ് ഈ ഓൾഡായിട്ടുള്ള സ്ത്രീകൾ. പലരും കടന്നുപോയി, ആരും സഹായിച്ചില്ല. പല ആളുകളും കടന്നുപോയി, അവരൊന്നും സഹായിച്ചില്ല. സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്നു, ആ കുട്ടികളും കൂട്ടത്തോടെ അവരുടെ മുമ്പിലൂടെ ധൃതിയോടെ ഓടിപ്പോയി. പക്ഷേ ഒരാളും റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി സഹായിച്ചില്ല. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതിൽ കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കണം. ഓക്കെ.